വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുടെ സാന്നിധ്യത്തിൽ രൂപം കൊണ്ട ഈ സംഘടന ഇന്ന് വളർന്ന് CSKOയുടെ പേര് പോലെ തന്നെ അർത്ഥവത്താക്കുന്ന എല്ലാ മേഖലകളിലും ഒരു സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും ഒരു പ്രദേശത്തിൻ്റെയും ഉന്നമനത്തിന് ഉതകുന്ന എല്ലാവിധ പ്രവർത്തന രംഗങ്ങളിലും മേഖലകളിലും ഈ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഇന്ന് നാം ഇവിടെ തറക്കല്ലിടുന്ന ഭവന പദ്ധതിയിലെ 17 വീടിൻ്റെ തറക്കല്ലാണ് നമ്മൾ നിർവഹിക്കുന്നത്. അഭയം പ്രോജക്റ്റിൻ്റെ കീഴിലാണ് ഇത് വരുന്നത്. മാഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ കരുണാ കടാക്ഷത്താൽ നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു അവസരത്തിലാണ് നാം ഇവിടെ നിൽക്കുന്നത്. സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ മാതിരി ഇന്ന് 17ാമത്തെ വീടിൻ്റെ തറക്കല്ലിടൽ കടമയാണ് ഇന്ന് നിർവഹിക്കുന്നത്. നമുക്കറിയാം, വീട് എന്ന സ്വപ്നം എല്ലാവരുടെയും ആഗ്രഹമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രതിബദ്ധത ഇതിലൂടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടത് നമുക്ക് വസ്ത്രം, ഭക്ഷണം, അതേപോലെ പാർപ്പിടം. ഈ പാർപ്പിടത്തിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയാണ്. അത് നിർവഹിക്കുന്നതിലൂടെ നമുക്കുണ്ടാവുന്ന ചാരിതാർത്ഥ്യം നമുക്ക് പറയാൻ സാധിക്കില്ല. അവിടെ കരുണയും സ്നേഹവും ആർദ്രതയും ഒക്കെ ആളുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലത്ത് അതിനെ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സാധാരണ ഒരു പേരിന് മാത്രം സംഘടന എന്നതിലപ്പുറത്തേക്ക് പ്രവർത്തന രംഗത്ത് മികവ് പുലർത്തുന്ന ഒരു സംഘടനയായി CSKOനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ CSKO ഒരുപാട് പ്രവർത്തന മേഖലയിലുണ്ട്. ചില പ്രവർത്തന മേഖലയൊക്കെ ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു പ്രവർത്തനം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഭയം എന്നുള്ളൊരു പ്രൊജക്റ്റ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ തുടങ്ങിയതാണെന്ന് പറഞ്ഞു. ഈ ഒരു 10 മാസം കൊണ്ട് ഏകദേശം 17 വീടുകളുടെ തുടക്കം കുറിക്കാൻ സാധിച്ചു എന്നതും അതിൽ 14 വീടുകൾ ഏകദേശം പൂർത്തിയാകുന്ന കണ്ടീഷനിലേക്ക് എത്തി എന്നറിയുന്നതും ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പല പ്രദേശത്തും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരു വീട് പൂർത്തിയായതിനു ശേഷം അടുത്ത വീട് തുടങ്ങുക. അപ്പോൾ കൊല്ലത്തിലൊരു വീട് അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഒരു വീട് എന്നുള്ള സ്വപ്നത്തിൽ നിന്ന് മാറി ഒരു വർഷം കൊണ്ട് തന്നെ ഒരു 17ഓളം വീടുകൾ പൂർത്തിയാകുന്ന ഘട്ടത്തിലേക്ക് വരുന്നു എന്നത് ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തന രംഗത്തുള്ള എല്ലാ ആളുകൾക്കും സർവശക്തൻ അതിൻ്റേതായിട്ടുള്ള പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല, ഈ സീനിയർ സിറ്റിസനാണെങ്കിലും അതേപോലെ തന്നെ യങ്സ്റ്റേഴ്സിനാണെങ്കിലും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വേദികൾ ഉണ്ടാക്കി പ്രവർത്തനങ്ങൾ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നടത്തുന്ന രീതിയിലുള്ള ഈ പ്രവർത്തനം ഈ ഒരു തെക്കേപ്പുറത്തിൻ്റെ മാത്രമല്ല കോഴിക്കോടിൻ്റെ മൊത്തത്തിലുള്ള ഒരു പ്രവർത്തന രംഗത്തേക്ക് കാലെടുത്തു വെച്ചു എന്നത് തന്നെ സന്തോഷകരമാണ്. ഞാൻ CSKOനെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അതൊരു പ്രദേശത്തിൻ്റെ തെക്കേപ്പുറത്തുകാരുടെ മാത്രം അവിടെ മാത്രം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒതുങ്ങി നിൽക്കുമെന്ന് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒടുമ്പ്ര എന്നുള്ള പ്രദേശം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ആ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും എന്നുള്ളതാണ്. പിന്നീട് അത് നിങ്ങളുടെ ആ പ്രദേശത്ത് മാറി മറ്റൊരു പ്രദേശത്താണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ഇതിൻ്റെ പ്രവർത്തന മേഖല കേവലം ഒരു തെക്കേപ്പുറത്ത് മാത്രമല്ല അത് കോഴിക്കോട് മുഴുവൻ വ്യാപിക്കുന്ന രീതിയിലേക്ക് വന്നു എന്നത് ഏറെ സന്തോഷകരമാണ്. ഈ പ്രോജക്റ്റ് ആദ്യം സാധാരണഗതിയിൽ നമ്മൾ വീട് നിർമ്മിച്ച് കൊടുക്കാറാണ്. കൊല്ലത്തിൽ 2 or 3 വീട്. ആ ഒരു വീട് എന്നുള്ള കൺസെപ്റ്റ് തന്നെ മാറ്റി നമ്മളെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സിദ്ദീഖ് സാഹിബ് പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ട് തറ ഇതായിക്കൂടെ. നമ്മൾ ഭാരവാഹിത്വം ഏറ്റെടുത്ത് ഒരു 2 മാസം കഴിഞ്ഞു. ഒക്ടോബറിലാണ് നമ്മളിതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ നോക്കിയത്. മാഷാ അല്ലാഹ് 10 തറയായിരുന്നു നമ്മൾ പ്രഖ്യാപിച്ചത്. അത് 15ലേക്ക് വന്നു. 15 അത് 20ലേക്കായി. അത് ഇൻഷാ അല്ലാഹ് 25 or 30. കാരണം ഇതിൽ മെയിനായിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് സ്പോൺസേഴ്സ് കിട്ടിയ നമ്മളെ മെമ്പർമാർ, നമ്മൾ പ്രസിഡന്റ്, മെമ്പർക്കാക്ക, CSKO മെമ്പർമാരെ എല്ലാവർക്കും സർവശക്തനായ പടച്ചതമ്പുരാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമ്മുടെ പ്രൊജക്റ്റിൽ 17ാമത്തെ തറമാണ് ഇവിടെ നടക്കുന്നത്. അത് നമ്മുടെ പടച്ചോൻ്റെ അനുഗ്രഹത്തിൽ ഇപ്പോൾ ഇന്നലെ തന്നെ ഗഫൂർ എന്ന് പറഞ്ഞ് മുമ്പ് ഇട്ടിരുന്ന ആൾ ഒരു തറയും കൂടി സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്ന് ഗഫൂറിന്. അതുപോലെ ഓരോരുത്തരും ഇങ്ങനെ മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ എത്രയും വേഗം നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയുള്ള തറൻ്റെ ആ അക്കൗണ്ടിലേക്ക് തന്നെ എത്തുമുള്ള പ്രതീക്ഷയുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ CSKOൻ്റെ സീനിയർ മെമ്പർമാരിൽ ഏറ്റവും ഒരു സീനിയർ മെമ്പറാണ്. CSKOൻ്റെ ഭാരത സഖ്യത്തിലൂടെയാണ് ഞാൻ വന്നത്. അതിൻ്റെ ശേഷം
അതിൻ്റെ പല തവണകളായി ട്രഷററായിട്ടും പ്രസിഡൻ്റായിട്ടും പലരും ഞാൻ വഹിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണ് എൻ്റെ ഈ സാമൂഹ്യ രംഗത്തേക്ക് എനിക്ക് വീരവാപ്പം നൽകിയത് സിയോസ്കോ ആണെന്ന് പറയാൻ വളരെ സന്തോഷമുണ്ട്. ഏത് പല കമ്മിറ്റികളും ഞാൻ ഇപ്പോൾ മെമ്പറാണെങ്കിൽ കൂടി ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നതും ഞാൻ പങ്കെടുക്കുന്നതും സിയോസ്കോൻ്റെ പരിപാടിയിലാണ്. കൂടാതെ നമ്മളെ ഡൈനാമിക് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് നമ്മളെ എല്ലാ പ്രൊജക്റ്റുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് ആഫിയത്തിന് അള്ളാഹു കൊടുക്കട്ടെ. അദ്ദേഹത്തിന് തുടർന്നുള്ള എല്ലാ പ്രവർത്തനത്തിനും വേണ്ടി എല്ലാ സപ്പോർട്ടും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹത്തെ നന്ദി പറയുന്നു. കൂടാതെ നമ്മളെ ജനറൽ സെക്രട്ടറി മൂപ്പരാണ് അഹോരാത്രം ഇതിനു വേണ്ടി എല്ലാത്തിനും പിന്നിൽ പ്രവർത്തിക്കുന്നത്.